KPCC പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റണം എന്ന ഒരു അഭിപ്രായം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നു, അതിശക്തമായി കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തിനാണിപ്പോൾ കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്? അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും പരാജയം സംഭവിച്ചിട്ടുണ്ടോ? നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം KPCC പ്രസിഡന്റായതിനു ശേഷം തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴോ മറ്റേതെങ്കിലും തരത്തിൽ വലിയ ദോഷങ്ങളുണ്ടായിട്ടുണ്ടോ? നോക്കുമ്പോൾ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടന്നു എന്നതല്ലാതെ, മാത്രമല്ല ഇദ്ദേഹം മത്സരിച്ചപ്പോൾ, അദ്ദേഹം വീണ്ടും MP ആയിട്ട് മത്സരിച്ചപ്പോൾ തോൽക്കും എന്ന് കരുതിയിരുന്ന കോൺഗ്രസ്സുകാർ ധാരാളമുണ്ട്, അത് ആഗ്രഹിച്ചിരുന്ന കോൺഗ്രസ്സുകാർ ധാരാളമുണ്ട്. ഒരുപക്ഷെ അന്തർധാരയായി അതിനുവേണ്ടി പ്രവർത്തിച്ചവരും ധാരാളമായ കോൺഗ്രസ്സുകാരുണ്ട്. പക്ഷേ അദ്ദേഹം ജയിച്ചു വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കെ സുധാകരനെ എന്തിനാണ് മാറ്റുന്നത്? അവിടെയാണ് നമ്മൾ ഈ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പടലപ്പിണക്കം, വല്ലാത്ത ഉൾപ്പോര്, ഒരു ഭരണം കേരളത്തിലെ ജനങ്ങൾ സഹിക്കാൻ വയ്യാതായിരിക്കുമ്പോൾ ഒരു ബദൽ ഞങ്ങളുടെ മുന്നിൽ ഇല്ല എന്നവർ കാണുമ്പോൾ അല്പമെങ്കിലും ഒരു തമ്മിൽ ഭേദൻ തൊമ്മൻ എന്ന തരത്തിലെങ്കിലും കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ പകരം ഇവർ രണ്ടുമല്ലാതെ മറ്റൊരു ഓപ്ഷൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇല്ലാതിരിക്കുമ്പോൾ, അഥവാ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് BJP ആണ്. BJPയിലെ പടലപ്പിണക്കവും തമ്മിൽ കുത്തും ഇറങ്ങിപ്പോക്കും, പലരും BJPയിൽ നിന്ന് മാറി കോൺഗ്രസിലേറ്റും മറ്റു പാർട്ടിയിലേക്ക് പോകുന്നതും അതിനകത്തെ കേരള ഘടകത്തെ നയിക്കുന്ന നേതാവിൻ്റെ വിടുവായുത്തങ്ങളും ഒക്കെ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ടും ഇനി അതിനെ നമ്പിയിട്ട് കാര്യമില്ല, അതിങ്ങനെ ഒരറ്റത്തുകൂടി ഒരു പാർട്ടി, ഒരു മുന്നണി നേരത്തിൽ പോയിക്കൊണ്ടിരിക്കും. കേരളത്തിലെ ഭരണം ഇനി ഉള്ള കാലം, ഈ ജീവിതകാലം വരെയും കേരളമുള്ള കാലം വരെയും ഇങ്ങനെ രണ്ട് മുന്നണികൾ പരസ്പരം കയ്യിലെടുത്ത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം കച്ചവടം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുള്ളൂ. കേരളത്തിലെ ജനതയ്ക്ക് ഇതാണ് വിധി എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കോൺഗ്രസിൻ്റെ പടലപ്പുടക്കം നമ്മൾ കാണുന്നത് കെ സുധാകരനെ എന്തിന് മാറ്റുന്നു എന്നാണ്. അത് കെ സുധാകരൻ്റെ കൂടെ നിൽക്കുന്ന പലരും അത്തരം കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് പരാജയപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം സംഘടനാപരമായി ഏതെങ്കിലും വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ? ഫണ്ട് തിരിമറിയോ, പ്രവർത്തനത്തിൽ കുഴപ്പങ്ങളോ, അണികളെ ശക്തമാക്കി നിർത്താൻ കഴിയാത്തതോ, സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ കഴിയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് കെ സുധാകരനെതിരായിട്ട് പടയൊരുക്കം നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ മറുപക്ഷത്ത് നിൽക്കുന്ന, അതായത് കെ സുധാകരനോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം പറയുന്നത് അത് VD സതീശന് ഒറ്റയ്ക്ക് വഴിവെട്ടി മുന്നോട്ട് പോകാനുള്ള ഒരു പാത ഒരുക്കലാണ്, തന്ത്രമൊരുക്കലാണ് എന്നാണ്. കാരണം കേരളത്തിലെ VD സതീശൻ അടുത്ത മുഖ്യമന്ത്രിയായി വരാൻ താല്പര്യമെടുത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് VD സതീശൻ അല്ലാതെ മറ്റാരെയും പേര് ഉയർന്നു വരരുതെന്നുള്ളത് കൊണ്ട് സതീശൻ ഒറ്റയ്ക്ക് വഴിവെട്ടുന്ന സമ്പ്രദായമാണ് ഈ കാണിക്കുന്നത് എന്നാണ് സുധാകര പക്ഷം പറയുന്നത്. എന്തായാലും കോൺഗ്രസിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അധികം ഗ്രൂപ്പ്, പണ്ട് AK ആന്റണിയും കരുണാകരനും ഒക്കെ ചേർന്നുള്ള ഗ്രൂപ്പ് ഉണ്ടായതിനേക്കാളും മോശമായ ഗ്രൂപ്പ്, കുറച്ച് ഇളം തലമുറയെ കയ്യിലെടുത്തുകൊണ്ടാണ് സതീശൻ ചില തന്ത്രങ്ങൾ, ചില കളികൾ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ നമ്മൾ കണ്ടതാണ് ഷാഫി പറമ്പിൽ, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെയുള്ള കുറേ ചെറുപ്പക്കാരെ കയ്യിലെടുത്തുകൊണ്ട് ഈ പഴയ സുധാകരനെ പോലെ പ്രായം ചെന്ന് രോഗിയായ ഈ പഴയ ആൾക്കാരെയൊക്കെ മാറ്റിയിട്ട് കോൺഗ്രസിനെ ഒരു പുതുജീവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന തരത്തിലാണ് ഈ സതീശൻ്റെ നീക്കം എന്നറിയുന്നു. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ ജയിച്ചു വന്നപ്പോൾ തങ്ങളുടെ ശക്തി കൂടുതൽ വർദ്ധിച്ചു എന്ന് തന്നെയാണ് ഈ സതീശൻ്റെ പക്ഷക്കാർ വിചാരിക്കുന്നതും വിലയിരുത്തുന്നതും. കോൺഗ്രസിനകത്തെ ഈ പടലപ്പിണക്കത്തിൽ ചെന്നെത്തി നിൽക്കുന്നത് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. രമേശ് ചെന്നിത്തല കേരളത്തിൽ നിന്നും ഏകദേശം ദേശീയ തലത്തിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ സുധാകരപക്ഷം ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ തമ്മിലുള്ള ഈ തർക്കം ഒന്ന് ക്രിസ്ത്യൻ മേഖലകളിൽ കൂടുതൽ, കാരണം BJP പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ BJP കൂടുതൽ ക്രിസ്ത്യൻ മേഖലയുമായിട്ടും ക്രിസ്ത്യൻ ബെൽറ്റുമായിട്ടും കൂടുതൽ അടുത്തു
പോകുന്നു. സുരേഷ് ഗോപിക്കും ധാരാളം ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചു എന്നത് പരമാർത്ഥമാണ്, സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് കാണാതിരുന്നുകൂടാ. അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകളെ കൂടെ നിർത്താൻ ഇനി ഒരു ക്രിസ്ത്യൻ KPCC പ്രസിഡന്റ് വരണം എന്ന വാദമാണ് ഈ സുധാകരനെ മറച്ചിടാൻ വേണ്ടി മറ്റൊരു വിഭാഗം, പ്രധാനമായിട്ടും VD സതീശന്റെ വിഭാഗം തന്നെയാണെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു ക്രിസ്ത്യൻ KPCC പ്രസിഡന്റ് വരണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ, ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയുന്നത്. അത് ക്രിസ്ത്യൻ നേതാക്കളായ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് വളരെ പിണറായി വിജയനുമായിട്ട് വളരെ ശക്തമായിട്ട് നേർക്ക് നേർ മൽപ്പിടുത്തം നടത്തുന്ന മാത്യു കുഴൽനാടനെ, അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനെ എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് ആക്കിക്കൂടാ എന്ന ചർച്ചകളും ഉയരുന്നുണ്ട്. അതുപോലെ റോജി എം ജോർജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ട്, യൂത്ത് കോൺഗ്രസ് നേതാവ്, സീറോ മലബാർ സഭയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അതുപോലെ പത്തനംതിട്ടയിലെ MP ആയ ആന്റോ ആന്റണി ഉണ്ട്, അയാൾ എന്തുകൊണ്ടാക്കിക്കൂടാ? ഇതൊന്നും വേണ്ട. ബെന്നി ബെഹനാൻ വളരെ പ്രമുഖനായ തന്ത്രശാലിയായ ചില സർജിക്കൽ സ്ട്രൈക്കുകളൊക്കെ നടത്താൻ ചുണയുള്ള ഈ ബെന്നി ബെഹനാനെ എന്തുകൊണ്ട് കൊണ്ടുവന്നൂടാ? അതെല്ലാം ക്രിസ്ത്യൻ നേതാക്കളാണ്. അപ്പോൾ ഇപ്പുറത്ത് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയെ കേന്ദ്രമന്ത്രിയാക്കിക്കൊണ്ട് BJP ചില തന്ത്രങ്ങൾ കളിക്കുമ്പോൾ, അത് കേരളത്തിലെ ക്രിസ്ത്യൻ മേഖലകളിൽ ഇഫക്റ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു KPCC പ്രസിഡന്റിനെ ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടുവരുമ്പോൾ അതിന് ഒരുപാട് മാറ്റം വരും എന്നാണ് ഈ സുധാകരനെ മറിച്ചിടാൻ കാത്തു നിൽക്കുന്നവരുടെ പക്ഷം. എന്തായാലും എവിടെ എത്തും ഇവരുടെ ഈ ഗ്രൂപ്പ് കളി, ഈ ചക്കളത്തിൽ പോരുന്ന് നമുക്കറിയില്ല. എന്തായാലും സുധാകരനെ മറിച്ച് മാറ്റിയിട്ട് ഒരു പുനർനിർമ്മാണം KPCC ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു. അത് ഹൈക്കമാൻഡിലെ ചില ആൾക്കാരുടെ പിന്തുണയും ഇതിനകത്തുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഈ കോൺഗ്രസിനെയും നമുക്ക് കേരളത്തിലെ ജനങ്ങളുടെ വിധിയാണെന്ന് കാണുക. അവർക്കും ഒരുമിച്ച് നിൽക്കാൻ, ഈ പിണറായി വിജയന്റെ ഭരണം ഇത്രമാത്രം ജനവിരുദ്ധമായി നിൽക്കുമ്പോഴും ഒരുമിച്ച് നിൽക്കാൻ കഴിയാതെ ഗതികെട്ട് പോയിരിക്കുന്നു കോൺഗ്രസ് എന്ന് പരിതാപത്തോടെ നമ്മൾ ഓർക്കേണ്ടതായി വന്നിരിക്കുന്നു.